അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു വീഡിയോ ആണ്. ഇത് നിങ്ങൾ തട്ടി മാറ്റിപ്പോയത് നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് എല്ലാ ആൾക്കാർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്, അതും പ്രവാസികളായ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. കാര്യം നമ്മുടെയൊക്കെ പ്രവാസ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഉണ്ടാകുന്നത് നമ്മുടെ മുടി പൊഴിച്ചിലാണ്. ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൊക്കെ 28 വയസ്സ് ആൾക്കാരൊക്കെ മുടി പൊഴിഞ്ഞ് കഷണ്ടിയായിരുന്നു. അതിനൊക്കെ ഒരു പരിഹാരമാണ്. കഷണ്ടി ആൾക്കുണ്ടായിട്ടോ, കഷണ്ടി ആവാതിരിക്കാൻ വേണ്ടി മുടി ഉള്ള ആൾക്കാരുടെ മുടി സംരക്ഷിക്കാനുള്ള ഒരു എണ്ണയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ എണ്ണ. അത് ബിസിനസ്സൊന്നുമല്ല, നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഉണ്ടാക്കി അത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്ത് നിങ്ങൾ പുരട്ടിയാൽ നിങ്ങളുടെ മുടി പൊടിയത്തില്ല, പൊട്ടിപ്പോത്തില്ല, ഉള്ളുണ്ടാവും, മുടി കിളിക്കും, നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. സംശയം വേണ്ടാട്ടെ. എൻ്റെ മുടി ഉണ്ടോ, ഞാൻ എണ്ണായിട്ടുണ്ടോ, മുടി ഉണ്ടോ, ഇത്രയൊക്കെ ആയിട്ടോ, ഇവിടെ വരെയായി വളർത്തും. ഇനിയും വളർത്തി കാണിക്കുക. നമ്മളെല്ലാം ചെറുപ്പപ്പെട്ടായിരുന്നു. ഈ മുടി വളർന്ന എണ്ണയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ ട്രിക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മുടി, ഈ എണ്ണ നിങ്ങൾ കറക്റ്റായിട്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് തേക്കാമെങ്കിൽ നിങ്ങളുടെ ഈ പെണ്ണുങ്ങൾക്കും, ഈ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ മുടി ടെൻഷൻ അടിക്കുന്നത്. മുടി പൊഴിച്ചിട്ട് വീട്ടിൽ പാർട്ടി പോകുന്നു, അത് ചെയ്യുന്നു, ഒന്നും വേണ്ട. നിങ്ങളുടെ മുടി സേഫ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നതോടെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി സംരക്ഷിക്കാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടും. അത് നിങ്ങൾ ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഉപകാരപ്പെടും. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഫോളോ ചെയ്യണം. ഫോളോവേഴ്സ് കുറവാണ്. ഞാൻ പറയാം, നിങ്ങൾ 1 ലിറ്റർ എണ്ണ, അത് എണ്ണ എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ എണ്ണ, തേങ്ങ ആട്ടിയ എണ്ണ, അത് നമ്മൾ ലൂലിൽ കിട്ടും. ദമാം കോബാൽ ലൂലിൽ കിട്ടും. കൊക്കോനട്ട് ഓയിൽ മേടിച്ചിട്ട് അതിനകത്ത് 2 കറ്റാർവാഴ അതും ലൂലിൽ കിട്ടും. അത് വില കൂടുതലില്ല. അത് 2 വലുത് മേടിക്കാമെങ്കിൽ അത് വാങ്ങിയിട്ട് 2 എൻഡും വെട്ടുക, എന്നിട്ട് ചാരി വെക്കുക. വെക്കുമ്പോൾ അതിന് മഞ്ഞ കളറുണ്ട് പശ, അതങ്ങ് പോകണം. അത് 2-3 മണിക്കൂർ വെച്ചേക്കാമെങ്കിൽ അതങ്ങ് പോകും, ചാരി വെച്ചേക്കണം. എന്നിട്ട് കരിഞ്ചീരം മേടിക്കുക. കരിഞ്ചീരം 2 ടീസ്പൂൺ കരിഞ്ചീരം ഉണക്കുക, വെള്ളത്തിൽ ഉണക്കുക. അത് കഴിഞ്ഞ് 2 ടീസ്പൂൺ ഉലുവ, അത് വെള്ളത്തിൽ ഇട്ട് തലേന്ന് വെച്ച് കൂത്ത് വെച്ചേക്കണം. അതുകൊണ്ട് പേപ്പറിട്ട് അതും വെള്ളം കളയുക. അത് കഴിഞ്ഞിട്ട് കരിയാപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഈ കറ്റാർ വാഴ ആ എൻ്റെ 2 മൂട്ട് 2 ബാക്കിയെല്ലാം അരിഞ്ഞെടുത്തിട്ട് എല്ലാം കൂട്ടിട്ട് മിക്സി ഇട്ടിട്ട് അടിക്കുക. അതിന് മുമ്പ് നമ്മുടെ കരിഞ്ചീരം ഇടിച്ച് പൊടിയാക്കി വെക്കണം. എല്ലാം കൂടെ മിക്സാക്കി മിക്സിക്കകത്ത് അടിച്ച് വെക്കുക. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് തിളപ്പിക്കുക. തിളച്ച് പകുതി ആകുമ്പോൾ ഇത് മൊത്തം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് മാറിപ്പോയത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയിട്ട് ഒരു പൊടി അടിപ്പിക്കരുത്. ഇളക്കി അവസാനം ഇതിൻ്റെ പത വരും. പത ഈ ചട്ടിയുടെ 4 സൈഡ് പിടിക്കും. ഇതാ പദം നിൽക്കും വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇതൊരു പച്ച കളറാകുമ്പോൾ ഇത് ഇറക്കി ഉപ്പി ഒഴിച്ച് വെക്കുക. എന്നിട്ട് ആ അടിമട്ടും കളയരുത്, എല്ലാം ഒഴിച്ച് വെക്കുക. വെച്ചിട്ട് ഇത് ഒരു ബൗൾ എടുക്കുക, ഒരു പാത്രം എടുത്ത് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 5 വിരൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ മുടിയുടെ ഞെടുപ്പിനായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇങ്ങനെ അല്ല, നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് മുടി മൊത്തം ഇങ്ങനെ പെട്ടി നമ്മുടെ മുടിയുടെ അടിപ്പോത്തില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടു കൊടുക്കുക. അപ്പോൾ മുടിയുടെ മേളിലും തോനെ എണ്ണ ആവശ്യമില്ല. അതുപോലെ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ പെട്ടു കൊടുക്കുക. അപ്പം മുടിയുടെ ഞെടുപ്പ് എല്ലാം എണ്ണ പിടിക്കുമ്പോൾ അതിങ്ങനെ സെറ്റപ്പായിട്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് എണ്ണ എടുക്കുക, ഇങ്ങനെ തേച്ച് കൊടുക്കുക. പിന്നെ മുടി കെട്ടി വെക്കുക. ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ ഷാമ്പൂ ഇട്ട് തേച്ച് കളഞ്ഞ് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ചെയ്യാമെങ്കിൽ നിങ്ങളുടെ മുടി നിങ്ങൾ ഒരാൾക്ക് നോക്കും. ആണ്ട് ഈ മുടി എൻ്റെ മുടി ഉണ്ട്, ഇത്രയും ഞാൻ പിടിച്ചോണ്ട് ഇത്രയൊക്കെ പിടിക്കണം. ഒരു മുടിയുണ്ട് എൻ്റെ കയ്യിൽ. നോക്ക്, മറ്റേത് മുടി പൊഴിഞ്ഞ് വരും, ഇപ്പം മുടി പൊഴുതില്ല. അപ്പോൾ അതുകൊണ്ട് ആ പൊഴിച്ചെല്ലാം മാറും. ഏത് മനുഷ്യൻ്റെ ആയാലും, മുടിയുള്ള ആൾക്കാരെ പെണ്ണുങ്ങളുടെ ആണുങ്ങളായാലും, മുടി നമ്മൾ കെട്ടി ഊരുമ്പം മുടി പൊഴിയും, പൊട്ടിപ്പോവും, ഇതൊക്കെ ഉണ്ടാവും. എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം എനിക്ക് അതൊന്നുമില്ല. മറ്റേ നമ്മളിങ്ങനെ പിടിക്കുമ്പം 5-6 മുടി പൊഴിഞ്ഞ് വരും. ഇപ്പം അതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ മുടിക്ക് നിങ്ങൾക്ക് സംരക്ഷിക്കാം. മനസ്സിലായോ? അതുകൊണ്ട് വീട്ടിൽ പാലിൽ പോകുന്ന കാശ് വേണ്ട, അത്രയും പൈസ വേണ്ട. വേറെ 100-120 റിയലാകുന്നുണ്ട്. പിന്നെ നാട്ടിലോ ആർക്കും ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ അയച്ചു തരും. അപ്പം അതിൻ്റെ
ചിലവിനായ പൈസ അങ്ങനെ തന്നാൽ മതി. ഇത് മേടിച്ച് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ മാമിയാണെങ്കിൽ ഇതെല്ലാം പറഞ്ഞു തന്നെ മാമി ഇത് കറക്റ്റായിട്ട് ചെയ്ത് മാമി നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. അപ്പോൾ അയച്ച പൈസയും ഇങ്ങനെ ഇത് സാധനം മേടിച്ച് ചെയ്യുന്ന പൈസയും കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വണ്ടി പോകണമെന്നൊക്കെ അതിൻ്റെ എന്തെങ്കിലും 10-100 അതിപ്പോൾ അയച്ചു മതി. നിങ്ങൾക്ക് എങ്ങനെയും വേണമെങ്കിൽ നമ്മൾ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച ചെയ്ത് നോക്കി നിങ്ങളുടെ മുടിയുടെ മാറ്റം. അതുപോലെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഉലുവ എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. അത് ഈ ഉലുവയിലൊന്നും വെള്ളം വരാൻ പാടില്ല, ഒരു പൊടി വെള്ളം ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉലുവ എന്ന് പറഞ്ഞാൽ തണുപ്പുണ്ടാകും തലയ്ക്ക്, നല്ല ഉറക്കമുറങ്ങാം. ഇതെല്ലാം ഉലുവായും കരിഞ്ഞിട്ട് 2 സ്പൂൺ കേട്ടോ, 2 സ്പൂൺ. ബാക്കിയെല്ലാം ചെയ്ത് നോക്കിയാക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ അതുമല്ല നിങ്ങൾ ഷെയർ ചെയ്യണം, പ്ലീസ് ഷെയർ ചെയ്യണം. ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു വീഡിയോ. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഫോളോ നിർബന്ധം. കാര്യം നമുക്ക് ഫോളോവേഴ്സ് ഇല്ല, വ്യൂസ് ഉണ്ട്, ഫോളോവേഴ്സ് ഇല്ല. അപ്പോൾ നിങ്ങളെ നമ്മളെ ഹെൽപ്പ് ചെയ്യല്ലോ. അടുത്ത വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം ചെയ്യും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചു വരും കേട്ടോ.